പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനെതിരെ നടപടി ഘടിപ്പിച്ച് ഇന്ത്യ. സിന്ധു നദീജല കരാർ റദ്ദാക്കാനും വാഗ അട്ടാരി അതിർത്തി അടയ്ക്കാനും ഇന്ത്യ തീരുമാനിച്ചു. ഇന്നലെ വൈകുന്നേരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സുരക്ഷാകാര്യ ക്യാബിനറ്റ് യോഗത്തിലാണ് കടുത്ത തീരുമാനങ്ങൾ. വാഗ അട്ടാരി അതിർത്തി വഴി ഇന്ത്യയിലെത്തിയ പാകിസ്ഥാൻ പൗരന്മാർ മെയ് 1 മടങ്ങണം. പാകിസ്ഥാൻ പൗരന്മാർക്ക് ഇനി വിസ നൽകില്ല. പാക് ഹൈക്കമ്മീഷനിലെ പ്രതിരോധ ഉപദേശകരെ ഇന്ത്യ പുറത്താക്കി. ഇവർ ഒരാഴ്ചയ്ക്കകം രാജ്യം വിടണം. ഇന്ത്യയും പാകിസ്ഥാനിലെ പ്രതിരോധ ഉപദേശകരെ പിൻവലിക്കും. SE വിസ ഇളവിലെത്തിയ പാക് പൗരന്മാർ 48 മണിക്കൂറിനകം രാജ്യം വിടണം. ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും ഹൈക്കമ്മീഷനുകളിലെ ഉദ്യോഗസ്ഥരുടെ എണ്ണം 55-ൽ നിന്ന് 30 കുറയ്ക്കും തുടങ്ങിയ തീരുമാനങ്ങളാണ് ഇന്ത്യ കൈക്കൊണ്ടത്. 2.5 മണിക്കൂർ നീണ്ട യോഗത്തിലെ തീരുമാനങ്ങൾ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയാണ് അറിയിച്ചത്. ആക്രമണത്തിൽ പാകിസ്ഥാന് പങ്കുണ്ടെന്ന് മിശ്ര കുറ്റപ്പെടുത്തി. സൗദി സന്ദർശനം വെട്ടിച്ചുരുക്കി ഇന്നലെ രാവിലെ ഡൽഹിയിലെത്തിയ പ്രധാനമന്ത്രി രാവിലെ ഡൽഹി വിമാനത്താവളത്തിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, വിദേശകാര്യമന്ത്രി S ജയശങ്കർ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയും ചർച്ചയിൽ പങ്കെടുത്തു.